മിസ് ലിയെ പ്രതീക്ഷിച്ചിരുന്നവർ സുഹിനെ കണ്ടത് ഞെട്ടിപ്പോകുന്നു. അവളെ സ്വാഗതം ചെയ്തിരുത്തിയിട്ട് അവർ കൂടുതൽ ഭക്ഷണം എടുത്തു വെക്കുന്നു. സുഹിന്റെ കാറിൽ നിന്നും സെക്രട്ടറി ഇറങ്ങിയിട്ട് അവൾക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിക്കാനാണ് താൻ വന്നതെന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. സത്യത്തിൽ സുഹിൻ CEO ആണെന്നുള്ള കാര്യം തന്നെ അവരെല്ലാം മറന്നുപോകുന്നു. അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരുന്നു അവരെല്ലാം. ഇതിനിടയിൽ അമ്മ സുഹിന്റെയും ജിൻഹിക്കിന്റെയും കയ്യിൽ കിടന്ന മോതിരം ശ്രദ്ധിക്കാതിരുന്നില്ല. തിരികെ പോകും വഴി എല്ലാം നന്നായി നടന്നതിൽ സന്തോഷമുണ്ടെന്ന് അവൾ പറയുന്നു. ആ ഡെത്ത് ആനിവേഴ്സറിക്ക് എനിക്ക് പോകാനുള്ളത് കൊണ്ടല്ലേ താനിന്ന് ഡിന്നർ ക്യാൻസൽ ചെയ്തു എന്ന് കള്ളം പറഞ്ഞത്? ഞാനായിരുന്നെങ്കിൽ ഇത്രയും ജനറസ് ആവില്ലായിരുന്നു. എവിടെ ആയാലും എന്താ, തൻ്റെ ഹൃദയം എൻ്റെ കൂടെയാണെന്ന് എനിക്കറിയാം. അവർ ചിരിക്കുന്നു. സുഹിൻ വരാതിരുന്നത് വലിയ വാർത്തയാകുന്നു. സുഹിൻ ഇൻലോസുമായി എല്ലാ ബന്ധവും വിട്ടു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ. ഷേതൊന്നും കിം പുതിയൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് സുഹിനെ പുറത്താക്കി തന്റെ മകനെ CEO സ്ഥാനത്തേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. സോറി അച്ഛാ, ഞാൻ അവിടെ പോകാനുള്ള അച്ഛനെ മോശമായി ബാധിക്കുമെന്ന് എനിക്കറിയാം. സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത് മോളെ. നീ നിന്റെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു. ഞാനും ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പോവുക. അത് കണ്ട് സർപ്രൈസ് ആവരുത് നീ. വീട്ടിലെത്തി അവൾ സെക്രട്ടറിയോട് പറഞ്ഞു വാങ്ങിച്ച ജിൻഹിക്കിന്റെ അതേ മോഡലിലുള്ള അതേ വർഷം ഇറങ്ങിയ ക്യാമറയുടെ പിക്ക് എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നു. പടം കണ്ടതും അവളെ വിളിച്ചിട്ട് അവനത് എവിടെ നിന്ന് കിട്ടിയെന്നും മറ്റും ചോദിക്കുന്നു. നാളെ ഞാൻ കൊണ്ടുവരാം. ഇതിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് ഇപ്പൊ കണ്ടാൽ മതി, നാളെ കളിക്കാമെന്ന് പറയുന്നത് പോലെയാണല്ലോ. അതിനത് ഞാൻ ജിൻഹിക്കിന് തരുമെന്ന് പറഞ്ഞില്ലല്ലോ. മേഡം കൊള്ളാലോ, ക്യാമറ കാണാനെന്നും പറഞ്ഞ് ഞാൻ മേഡത്തെ കാണാനാണ് വരുന്നതെന്ന് ഊഹിച്ചൂടെ? അങ്ങനെ അവർ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നു. ക്യാമറ കയ്യിൽ കിട്ടിയതും അവന് വലിയ സന്തോഷമാകുന്നു. ഇതിപ്പോൾ എന്നെ കാണാനെന്നും പറഞ്ഞു വന്നിട്ട് ക്യാമറ മതിയല്ലോ. അപ്പോഴേക്കും പിണങ്ങിയോ? അവൻ അവൾക്കായി ഫുഡ് റെഡിയാക്കുന്നു. പിറ്റേന്ന് സെക്രട്ടറി ഇമെയിൽ തെറ്റായി അയച്ച എംപ്ലോയി തുടരെ വിളിച്ച നമ്പർ വിശ്വസ്തന്റെ ശിങ്കിടിയുടേതാണെന്ന് സുഹിനോട് പറയുന്നു. ഞാൻ അയാളെ വിളിപ്പിക്കട്ടെ? വേണ്ട, തിരക്ക് കൂട്ടേണ്ട. അവൾ ജിൻഹിക്കിനോട് തന്നോട് ഒരാൾ ഒരു തെറ്റ് ചെയ്തുവെന്നും അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും കരുതാൻ പറയുന്നു. അയാളെ എന്തു ചെയ്യുമെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞു ഞാനാണെങ്കിൽ ഫോർഗീവ് ചെയ്യും. ജീവിതത്തിൽ ഒരു തെറ്റെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? സുഹിനെ അത് വല്ലാതെ ചിന്തിപ്പിക്കുന്നു. ശിങ്കിടിയെ വിളിച്ച അയാളോട് അവൾ തനിക്ക് ശിങ്കിടിയെയല്ല അതിന് പുറകിലുള്ള ആൾക്കാരെയാണ് വേണ്ടതെന്നും വരുന്ന ബോർഡ് മീറ്റിംഗിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ ഫയർ ചെയ്യാതെ ക്യൂബയിൽ പണിയുന്ന ഹോട്ടലിലേക്ക് സ്ഥലമാറ്റം തരാമെന്നും അവൾ ഉറപ്പ് കൊടുക്കുന്നു. തിരികെ ഇറങ്ങിയ സുഹിനെ സെക്രട്ടറി വിളിച്ചു കൊണ്ടുപോയി അവരുടെ ഹോട്ടലിൽ വെച്ച് വെഡ്ഡിംഗ് നടത്തുന്നതിനെ കുറിച്ചുള്ള പരസ്യത്തിനായി നടക്കുന്ന ഫോട്ടോഷൂട്ട് കാണിച്ചു കൊടുക്കുന്നു. ജിൻഹിക്കായിരുന്നു ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോഷൂട്ടിലെ മോഡൽ വെഡ്ഡിംഗ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ സുഹിൻ എന്തോ വല്ലാതെ തോന്നുന്നു. അവൾ അവിടുന്ന് പോകുന്നു. രാത്രി ജിൻഹിക്ക് ഒരു പൂച്ചെണ്ടൊക്കെയായി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇനി പൂച്ചെണ്ടൊക്കെ പിരിച്ച മോഡൽ നിന്നപ്പോൾ താൻ ഇതിലും ഭംഗിയായിരിക്കും ആ വേഷത്തിലെന്ന് തോന്നി. ആ വേഷത്തിൽ നമ്മളെ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? അവൾ അതിന് മറുപടി പറയാതെ ആ ചെണ്ട് കൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നു. പിറ്റേന്നായിരുന്നു ബോർഡ് മീറ്റിംഗ്. വിശ്വസ്തൻ പറഞ്ഞിട്ടാണ് താൻ തെറ്റായി ഇമെയിൽ അയക്കാൻ ആ എംപ്ലോയിയോട് പറഞ്ഞതെന്ന് ശിങ്കിടി എല്ലാ മെമ്പേഴ്സിനെയും മുന്നിൽ വെച്ച് പറയുന്നു. സുഹിനെ പുറത്താക്കാൻ കൂടിയ മീറ്റിംഗ് അവസാനം വിശ്വസ്തന്റെ പുറത്താക്കലിന് വഴിയൊരുക്കുന്നു. ജിൻഹിക്കിന്റെ അമ്മ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ഒരുപാട് ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. താൻ ഉണ്ടാക്കിയ ഫ്രൂട്ട് സിറപ്പ് ഒരു ചെറിയ പാത്രത്തിലാക്കി ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ സെക്രട്ടറി വഴി അത് സുഹിന് നൽകാമോ എന്ന് ചോദിക്കുന്നു. ഇത് ജിൻഹിക്കിനോട് പറയണ്ട കേട്ടോ. ഇതേ സമയം ജിൻഹിക്കും സുഹിനും വീടൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ക്ഷീണം കാരണം അവൾ അവന്റെ മടിയിൽ കിടക്കുന്നു. താൻ അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. തൻ്റെ വീടും വീട്ടുകാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നും തൻ്റെ കൂടെ അവിടെ കഴിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പാസ്റ്റിലെ അനുഭവങ്ങൾ കൊണ്ടാകാം വല്ലാത്തൊരു ഭയം. ക്യൂബയിൽ വെച്ചൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവളെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് കരുതിയത് എന്താണെന്നോ, സിംഗിളാണോ എന്ന്. ആകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒറ്റ നോട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ആളാണ് താൻ. അതുമാത്രം മതി എനിക്ക്. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. പിറ്റേന്ന് സെക്രട്ടറി ജിൻഹിക്കിൻ്റെ അമ്മ കൊടുക്കാൻ പറഞ്ഞ കവർ സുഹിനിന് കൊടുക്കുന്നു. ആ ഫ്രൂട്ട് സിറപ്പിന് മുകളിൽ തമ്മിൽ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു കത്തുണ്ടായിരുന്നു. നല്ല തിരക്കാണെന്നറിയാം, സോറി. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ പറഞ്ഞോ. സോറി മോളെ. അവർ കരഞ്ഞു പോകുന്നു. ജിൻഹിക്കുമായി ബ്രേക്കപ്പ് ആകണമെന്നും നാട്ടിലാകെ വേർഡായ റൂമേഴ്സ് പരക്കുന്നുണ്ടെന്നും അത് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു. സുഹിനൊന്നും മറുപടി പറയുന്നില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തിരികെ ഓഫീസിലെത്തി അവൾക്ക് സെക്രട്ടറി ആ പൂച്ചെണ്ട് കൊടുക്കുന്നു. താൻ പറഞ്ഞ പോലെ തന്നെ ദാ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സുഹിനൊന്നും മിണ്ടാതെ അത് നോക്കിയിരിക്കുന്നു. സുഹിന്റെ അച്ഛൻ വിളിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കാണാനായി പോയതാണ് ജിൻഹ്യൂക്ക്. മകളുടെ ജീവിതം താൻ കാരണം വിഷമത്തിലാകുമോ എന്നോർത്ത് തനിക്ക് ഒരിക്കലും സമാധാനം കിട്ടിയിരുന്നില്ലെന്നും അവളെ നന്നായി നോക്കണമെന്നും അച്ഛൻ അവനോട് പറയുന്നു. അവൻ തന്റെ അവസാന ശ്വാസം വരെ അവളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പും കൊടുക്കുന്നു. വൈകുന്നേരം വരെ ജിൻഹ്യൂക്കിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ സപ്ലൈ ജോലി.
ദാ ഇപ്പം നിന്റെ കൂടെ കള്ളുകുടി. എന്താ സുഹൻ, നിനക്ക് എന്താ പറ്റിയേ? അവൻ്റെ അമ്മ നിന്നോട് ബ്രേക്കപ്പ് ആവാൻ പറഞ്ഞോ? ഇല്ല, എനിക്കെന്തോ ചേർന്ന് പോകാൻ കഴിയുന്നില്ല. ആരുമായി? ജിൻഹിക്കിൻ്റെ ഫാമിലിയുമായി. അവനിതെല്ലാം പുതിയതല്ലേ? നിനക്കും ഇത് പുതിയതല്ലേ സുഹൻ? നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ അവൻ? ജിൻഹിക്ക് നല്ലവനാണ്, നീ സമാധാനമായിട്ടിരിക്കുക. അമ്മയും കൊണ്ട് ജിൻഹിക്ക് പുറത്ത് കഴിക്കാനായി വന്നതായിരുന്നോ? അന്ന് സുഹൻ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എന്ത് തോന്നാൻ? ഗസ്റ്റിനെ നന്നായി ട്രീറ്റ് ചെയ്യണമെന്ന് തോന്നി. വെറും ഒരു ഗസ്റ്റ് അല്ലല്ലോ അമ്മേ അത്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വേൾഡിൽ നിന്നുള്ളവരാ മോനെ. ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകളാണുള്ളത്. ഒന്ന് അമ്മയും പിന്നെ സുഹനും. അമ്മയുടെ സ്നേഹം ഒരിക്കലും കുറയില്ല, പക്ഷെ സുഹൻ്റെ ഒരിക്കലും ആ സ്നേഹം മാറില്ല അമ്മേ. അതിനൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാ എൻ്റെ ആഗ്രഹം. അമ്മയൊന്നും പറയുന്നില്ല. സ്ത്രീയെ കാണാൻ ചെന്നതായിരുന്നു സുഹൻ. അവരോട് തന്റെ വിഷമങ്ങൾ അവൾ പറയുന്നു. എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ജിൻഹിക്കിൻ്റെ പേരൻസ് ഞങ്ങളുടെ ബന്ധം സമ്മതിക്കുമോ എന്ന്. പേഴ്സണൽ ലൈഫ് പബ്ലിക് ആകുമ്പോഴുള്ള വേദന എന്നെക്കാളും നന്നായി അറിയാവുന്ന വേറെ ആരുമില്ല. അതിലൂടെ ജിൻഹിക്ക് കടന്നു പോകുന്നത് കാണുമ്പോൾ അവൾ കരഞ്ഞു പോകുന്നു. പിറ്റേന്നത്തെ വാർത്തകളിൽ നിറഞ്ഞത് സുഹിൻ്റെ അച്ഛൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. അച്ഛാ, എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനം? അമ്മ സമ്മതിച്ചു ഇതിന്? നിന്റെ അമ്മയല്ലേ ആള്. കുറച്ച് ബഹളം ഉണ്ടാക്കി. പിന്നെ ഇതൊരു തുടക്കം മാത്രമാണ് മോളെ. പല പുതിയ തീരുമാനങ്ങളും അച്ഛൻ എടുക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ജിൻഹിക്കാണ് സുഹിൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നത്. അപ്പോഴാണ് സെക്രട്ടറി വിളിച്ച് വർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ സുഹിനുമായി സംസാരിക്കുന്നത്. കോൾ കട്ടായ ശേഷം ജിൻഹിക്ക് സെക്രട്ടറി തന്റെ ഫ്രണ്ടിന്റെ കടയിലാണെന്ന് തോന്നുന്നുവെന്നും അങ്ങോട്ടേക്ക് പോകാമെന്നും പറയുന്നു. അവിടെ എത്തിയപ്പോൾ സെക്രട്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിൻഹിക്ക് ഫോൺ എടുത്ത് ഫ്രണ്ടിനെ വിളിക്കുന്നു. അനിയൻ പഴയ ഫ്രണ്ട്സിനെ കാണാൻ പോയതാ. അവിടെ വെച്ച് ജിൻഹിക്കിനെ പറ്റി മോശമായി അവരെന്ത് സംസാരിച്ചു. അപ്പോൾ അടിയായെന്ന് കേട്ടത്. പോലീസൊക്കെ വന്നു. ജിൻഹിക്കിനെ പോലീസ് സ്റ്റേഷനിലാക്കി. അനിയനോടൊപ്പം അവൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ സുഹിന് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അവൾ തിരികെ കാറിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു പോകുന്നു. പിറ്റേന്ന് സുഹിനെ കാണാൻ എക്സ് ഹസ്ബൻഡിന്റെ ഗേൾഫ്രണ്ട് വരുന്നു. താൻ വരച്ചൊരു ചിത്രം അവൾക്ക് സമ്മാനമായി ഗേൾഫ്രണ്ട് കൊണ്ടുവന്നിരുന്നു. ഗേൾഫ്രണ്ട് താൻ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്തതും സ്വന്തമായി ആർട്ട് ഗാലറി തുടങ്ങിയതും എക്സ് ഹസ്ബൻഡ് കാരണമാണെന്നും താൻ ഗേൾഫ്രണ്ടായി അഭിനയിക്കുകയായിരുന്നുവെന്നും പറയുന്നു. അദ്ദേഹത്തിന് കൂടി ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. മേഡത്തെ അല്ലാതെ മറ്റാരെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സുഹിന് അക്കാര്യം ഒരു പുതിയ അറിവായിരുന്നു. അവൾ എക്സ് ഹസ്ബൻഡിനെ കാണാൻ പോകുന്നു. എന്തിനാണ് ഈ നാടകമെല്ലാം കളിച്ചത്? തന്നെ കല്യാണം കഴിച്ചപ്പോൾ സംരക്ഷിക്കാമെന്നും ഡിവോഴ്സ് ചെയ്തപ്പോൾ ഫ്രീ ആക്കാമെന്നും ഞാൻ കരുതി. പക്ഷേ എൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞെന്നും പ്രോപ്പറായി ഇവിടെ വെച്ച് തന്നോടുള്ള ഫീലിങ്സ് എല്ലാം ഉപേക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് അവൾ പോകുന്നു. ഇന്ന് അവളും ജിൻഹിക്കും വളരെ തിരക്കുള്ള റെസ്റ്റോറൻറ്റിലും വലിയ ബുക്ക് സ്റ്റോളിലും എല്ലാം പോകുന്നു. ഞാൻ കരുതി ഇത്തരത്തിൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലൊന്നും വരാൻ മേഡത്തിന് ഇഷ്ടമല്ലെന്നാ. എങ്ങനെയാലും അവർ ഫോട്ടോ എടുത്ത് ന്യൂസാക്കും. പിന്നെന്തിനാ വിളിക്കുന്നത്? അവരൊരുപാട് നേരം പരസ്പരം സന്തോഷത്തോടെ പങ്കിടുന്നു. എന്നാൽ അതിനിടയിലും അവളുടെ ഹൃദയം വേദന കൊണ്ട് തിങ്ങി നിറയുകയായിരുന്നു.